ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനസ്. ഇന്ന് ഞാനൊരു അടിപൊളി പ്രോഗ്രാമിന് പോവുകയാണ്. സെന്റ് ക്ലാർട്ട് ആൻഡ് ഭാരതി കോളേജിലെ ഗ്രാജുവേഷൻ ഡേയും അതുപോലെ തന്നെ ലാംപ് ലൈറ്റിംഗ് ഒരുമിച്ച് നടക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം തന്നെയാണ് അവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം സ്റ്റുഡൻസ് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അവരുടെ പേരൻസ് എല്ലാം ഈ ഒരു പ്രോഗ്രാമിന് വരുന്നുണ്ട്. അവർക്ക് വേണ്ട ഫ്രഷപ്പ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഞാൻ മോർണിംഗ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ആ ഒരു പ്രോഗ്രാമിന് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് അവിടെ പോയിട്ട് കാണാം. അതിന് മുന്നേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, കാമോ. പേര് ബേർലി ജോസഫ്. ആലപ്പുഴ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. കുട്ടികളുടെ സേഫ്റ്റി അത് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നു. കാരണം അവരുടെ ഫോണിൽ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എക്സ്ട്രാ ടൈം നമ്മൾ ക്ലാസ്സിൽ നിന്ന് മാറ്റി വെക്കും. ആ സമയത്ത് നിങ്ങൾ പിള്ളേരോട് പറയണം. ഇതുവരെ ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ലാംപ് ലൈറ്റ് എന്നുള്ള മോളുടെ പ്രോഗ്രാമിന് വന്നു. അതും നല്ല ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതിനനുസരിച്ച് ഇവിടെ വന്നപ്പോൾ നല്ല അഭിപ്രായവും നല്ല കാര്യങ്ങളും നല്ല ഇടപെടലും ഇതൊക്കെയാണ്. ഒന്നിനും ഞങ്ങൾ എല്ലാ കാര്യത്തിലും മാക്സിമം അവരെല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ പുഷ് ചെയ്ത് വിടാറുണ്ട്. അതേ അഭിപ്രായമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല ടീച്ചേഴ്സും എല്ലാവരും നല്ല കെയറിംഗ് ഒക്കെ ഉണ്ട് പിള്ളേർക്ക്. പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ലാംപ് ലൈറ്റിംഗ്? കോളേജസ് വരികയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് 100% അഷുറൻസ് ആണ്. അവർക്ക് ഉറപ്പായിട്ടും പ്ലേസ്മെൻറ്റ്സും കിട്ടും. അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അവർ പേരൻസും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് കോളേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം. സാറേ നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ബേർലി ജോസഫ്. ഞാൻ ആലപ്പുഴ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോള് ഞാനും എൻ്റെ ആത്മ സുഹൃത്താണ് ഷാജിക്ക. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി വളരെ താല്പര്യത്തോടുകൂടിയാണ് കോളേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടിയ കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ കുട്ടിയെ ചേർക്കാൻ വന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചേർത്ത അന്ന് മുതൽ നമുക്ക് ഏറ്റവും വലുത് കുട്ടികളുടെ സേഫ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ, ബാക്കി എല്ലാം പിന്നാലെ വരുന്ന കാര്യങ്ങൾ. പക്ഷേ കുട്ടികളുടെ സേഫ്റ്റി അത് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഫോണിൽ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു കൃത്യനിഷ്ഠയുണ്ട്. വൈകുന്നേര സമയങ്ങളിലെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. അത് 9 മണിക്ക് മുമ്പ് ഫോൺ തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കോളേജിൻ്റെ നമ്മുടെ കുട്ടികൾ നല്ല സുരക്ഷിതമാണെന്നുള്ളൊരു വളരെ സന്തോഷം നമുക്ക് വരും. പിന്നെ മറ്റു കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സൗകര്യം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഏറ്റവും വലുതായിട്ട് നമ്മുടെ കുട്ടികൾ സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. ആ രീതി തന്നെയാണ് അതിൻ്റെ തുടർന്നുള്ള പെരുമാറ്റവും കാര്യങ്ങളുമൊക്കെ. പിന്നെ വൈസ് പ്രിൻസിപ്പളാണ്, അതിൻ്റെ ഒരു അകൽച്ച പോലെ ഉണ്ട്. അത് മാറിയ കൊള്ളാവുന്നുണ്ട്. തുടക്കമായതുകൊണ്ടായിരിക്കും പേരൻസിന് എല്ലാവരും വിളിച്ചൊരു മീറ്റിംഗ് ഇന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് മീറ്റിംഗിൽ പറയുകയും ചെയ്യാം. അതെ അതെ. എന്തായാലും കോളേജിലെ അവരുടെ പഠനവും അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണെന്ന്, നിലവാരവും നല്ല രീതിയിലാണെന്ന്. നമ്മൾ ഈ ബാംഗ്ലൂർ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതിൽ വെച്ച് എല്ലാം കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരുടെ വിവരങ്ങളൊക്കെ തിരക്കിയപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളോട് ഉള്ള സമീപനവും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സന്തോഷമുണ്ട്. ലാംപ് ലൈറ്റിംഗ് പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു സാറേ? ലാംപ് ലൈറ്റിംഗ് പ്രോഗ്രാം ഇന്ന് വളരെ ഭംഗിയായിട്ട്. ഇപ്പൊ അടുത്ത പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. DJ ഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കൾച്ചേഴ്സ് പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. എല്ലാം കണ്ടിട്ടില്ല സാർ പോകുന്നത്? അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ സന്തോഷമാണ് നമ്മുടെ. അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി മെനക്കെട്ട് തന്നെ ഞങ്ങൾ ഇന്നലെ ഇറങ്ങി. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, അതുപോലെ പ്രത്യേകിച്ച് കിരണിന്റെ കൂടെയുള്ള നിങ്ങൾ അനസ്, അതുപോലെ തന്നെ രഞ്ജിത്ത്, അനസ് നമുക്ക് അറിയാം. അതായത് പറഞ്ഞു വിദ്യാഭ്യാസമാണ് നന്നായിട്ട് പോകേണ്ടത്. നമുക്ക് അതിനാണ് പ്രാധാന്യം. വിദ്യാഭ്യാസം പോസ്റ്റിംഗ് ഒക്കെ സാർ അറിഞ്ഞായിരുന്നത് നല്ല രീതിക്ക് പോസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല ചിട്ടയിലൊക്കെ പോകുന്നുണ്ട് കാര്യങ്ങൾ. താങ്ക് യു സാർ. ഓക്കെ എല്ലാവരും എന്താണ് എല്ലാവരും ഒരുമിച്ചായിരിക്കത്തില്ല പോകുന്നത്. സോ ആ സമയങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇങ്ങനെയായിരിക്കും. 3 ബാച്ചാണെങ്കിൽ
ഒരു ബാച്ച് പോസ്റ്റിംഗിന് പോകും, ബാക്കി 2 ബാച്ചിന് ഇവിടെ ക്ലാസ് ആയിരിക്കും. ക്ലാസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് റിവിഷൻ ക്ലാസ്സും എല്ലാ സാഹചര്യങ്ങളും കാണും. പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പേരൻസ് കൈയടിക്കണം. പിള്ളേർക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന് അറിയാം, എന്തായാലും പേരൻസ് ആയിട്ട് അത് നിങ്ങൾ കാണട്ടെ, കൈയടിക്കുന്നത് പിള്ളേർ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആയിരിക്കും ഇനി അങ്ങോട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ ക്ലാസ് ടൈമും ചേഞ്ച് ആയി തുടങ്ങും. ഏകദേശം 4 to 5 വരെ ഒരു എക്സ്ട്രാ ടൈം നമ്മൾ ക്ലാസ്സിന് വേണ്ടി മാറ്റി വെക്കും. ആ സമയത്ത് നിങ്ങൾ പിള്ളേരോട് പറയണം, പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞങ്ങളോട് ടീച്ചേഴ്സിനോട് വന്ന് പറയാൻ വേണ്ടി പറയണം. ഞാൻ ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളാണ്, GNM ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്തിട്ട്, പക്ഷേ ഇനി കുറച്ചുകൂടി ഞാൻ GNM ക്ലാസ് എടുക്കണം. എന്റെ ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നേരെ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. ചെറുസാറിന്റെ ക്ലാസ് കൊള്ളത്തില്ല, നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഫീസ് അടച്ച് അവിടെ പഠിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കിട്ടിയിട്ടില്ലെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉള്ളതാ, ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമോ, പ്രത്യേകിച്ച് പിള്ളേർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന് ആക്ഷൻ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ പുകഴ്ത്തി പറയല്ല. ഈവൻ ഞങ്ങൾ ചിലപ്പോൾ ഒരു പരാതി പറഞ്ഞാലും സാർ ആലോചിക്കേണ്ടത് പറഞ്ഞാൽ പോലും പിള്ളേർ ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആക്ഷൻ എടുക്കാറുണ്ട്. അങ്ങനെ നല്ല സപ്പോർട്ടീവായ മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ സംബന്ധിച്ച് ഈ കോളേജിൽ ഉള്ളത്. സോ അന്നേരം അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലൈന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കാണും. കമ്മിങ് ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ എന്നോടോ സിസ്റ്റമിനോടോ പറയാൻ വേണ്ടി പറ്റാത്ത വരെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടറിമാൻ ഇവിടെ ആവശ്യങ്ങളിൽ വരാറുണ്ട്. സാധാരണ ഒരു മിക്ക കോളേജുകളിലും ചെയർമാനോ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരെ വരാറോ പോകാറോ ഒന്നുമില്ല. അവരെല്ലാം ഫോൺ പണി ഇൻസ്ട്രക്ഷനെ തരാറുണ്ട്. പക്ഷെ നമ്മളെ കോളേജിനെ സംബന്ധിച്ച് അവർ നേരിട്ട് വന്ന കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷെ ഞങ്ങളോട് പറയാൻ വേണ്ടി പറ്റാത്ത കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഡയറക്ട്ലി ചെയർമാനെയോ അതല്ലെങ്കിൽ സിനിമാനെയോ അറിയിക്കാനുള്ള പെർമിഷൻസ് ഉണ്ട്. സോ ഒന്ന് ക്ലാസ് മനസ്സിലാകുന്നില്ലെങ്കിൽ കൺഫേം ആയിട്ടും പറയണം, ഇന്നയാണ് ക്ലാസ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അത് ഇന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറയാം. കൺഫേം ആയിട്ട് ഇംപ്രൂവ് ആകും. ഓക്കെ, ഇതാണ് മെയിൻ ഒരു പഠിത്തത്തിന്റെ കാര്യം. പോസ്റ്റിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കും. പോസ്റ്റിങ്ങില് ചറവറ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. അതായത് കണ്ണു അടച്ച് പഠിക്കാൻ വേണ്ടി പറയുക. പഠിപ്പിച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസ് വളരെ കുറവാണ്. കാരണം പ്രാക്ടിക്കൽ സൈഡ് പഠിച്ചെടുക്കുക വേണ്ടത്. എനിക്കത് ഞാൻ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇൻഡിവിജ്വലി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ വരുമ്പോൾ നിങ്ങൾ പിള്ളേരോട് പറയണം, മോളെ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും കണ്ണു അടച്ച് ചെയ്തേക്കണം, എന്ത് പറ്റിയാലും ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ സപ്പോർട്ടിന് കിട്ടുമ്പോൾ ഞങ്ങളുടെ സപ്പോർട്ടിന് കിട്ടുമ്പോഴത്തേക്കും അവർ എന്ത് ചെയ്യാൻ റെഡി ആയിരിക്കും. അങ്ങനെ മാത്രമേ പ്രാക്ടിക്കൽ പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. തിയറി ക്ലാസ് ഞങ്ങൾ റിവിഷൻ കൊടുക്കും, വീണ്ടും പഠിപ്പിക്കും. മനസ്സിലാകുന്നതിന്റെ പേഴ്സണൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കാനും ആൻസർ പറഞ്ഞു കൊടുക്കാനും റെഡിയാണ്. ലോണിന്റെ കാര്യം എല്ലാം പെൻഡിങ്ങാണ്. ഇപ്പോൾ 2-3 പുസ്തകങ്ങൾ പഠിക്കും സ്റ്റേറ്റ് ബാങ്കിനെ കിട്ടുന്നെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു സാവകാശം കൺസിഡർ ചെയ്യും. ലോണിന്റെ ലേറ്റ് ആയാലും കൺസിഡർ ചെയ്യും. മറ്റാരും എഴുന്നേറ്റല്ലോ. എല്ലാവരും ലീവ് കൊടുക്കുന്ന സമയം അത് മാതാപിതാക്കളെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് ടിക്കറ്റിനൊക്കെ സാവകാശം ആ തക്ക സമയത്ത് പറഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ലീവിന്റെ കാര്യം നേരത്തെ അറിയിക്കാനുള്ള കാര്യം കൺഫേം ആയിട്ട് ചെയ്യാം. അതിനകത്ത് 2-3 ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. ഒരു ബാച്ചിന് ഈസ്റ്റർ ലീവ് കാണും, ഒരു ബാച്ചിന് ഈസ്റ്റർ ലീവ് കാണത്തില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. ആര് കിട്ടുന്നു ആര് പോകുന്നു നമുക്ക് അറിയത്തില്ല. പോസ്റ്റിംഗ് ആണെങ്കിൽ ലീവ് കാണത്തില്ല. ഓക്കെ, അവിടെ വെക്കേഷൻ കാണത്തില്ല, ലീവ് കാണത്തില്ല, സൈൻ ചെയ്യാൻ വേണ്ടി വിടത്തില്ല, മാരേജിന് വേണ്ടി വിടത്തില്ല. കോളേജ് ആണെങ്കിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, കോളേജിലാണ് തിയറി ക്ലാസ് ആണെങ്കിൽ കൺസിഡറബിൾ ആണ്, നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതേപോലെ ലീവിന് ചോദിക്കുന്ന സമയത്ത് ദയവായിട്ട് പേരൻസ് ഒരു കാര്യം കൺഫേം ചെയ്യാം. ആരെയും പോയിന്റ് ഔട്ട് ചെയ്യല്ല, പക്ഷെ ലീവിന് വിളിക്കുന്ന സമയത്ത് ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ലീവ് വിളിക്കുന്നത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ലീവ് മാത്രം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഞങ്ങളുടെ സാനിയുടെ പേരൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എന്നെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലതാണ്. എങ്ങനെയുണ്ട് കോളേജ്, അതുപോലെ തന്നെ മോളുടെ പഠനം കാര്യങ്ങളെല്ലാം ഒന്ന് പറയുന്നത്. കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. ഹോസ്റ്റലും വളരെ സ്ട്രിക്റ്റ് ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ ഈ ഒരു കോളേജാണ്. പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ്, അതുപോലെ തന്നെ മലയാളി മാനേജ്മെന്റ് ആണ്. അപ്പോൾ അവർക്ക് ഭക്ഷണത്തിനും പ്രയാസമില്ല. അതുപോലെ തന്നെ പഠിപ്പും നമുക്ക് പേരൻസ് എന്നുള്ള രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ദൂരെ തൃശ്ശൂരിൽ നിന്നുള്ള കേരളം ആ ഭാഗത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ കുട്ടികൾ എങ്ങനെയാവും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ കോളേജ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷന്റെ കാര്യം വരുന്നില്ല. പിന്നെ ഞാൻ വേറെ ഒരു കാര്യം ചോദിക്കും, മാഡം എന്നെ എപ്പോഴാണ് വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്?
അതൊക്കെ ഒന്ന് ആ പറയാം. അത് പറയാം. ഇവള് +2 എക്സാം എഴുതാനായിട്ട് മുന്നേ തന്നെ നമ്മൾ BSc നഴ്സിംഗ് അഡ്മിഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ പല യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ 1-2 ആളുകളെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതിൽ ഒരാളാണ് ഈ NSR എന്നുള്ളത്. വേറെ 2-3 പേര് നമ്മൾ വേറെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ആളെ ഫോൺ നമ്പർ അതിലുണ്ടായിരുന്നു, അതെടുത്ത് കോൺടാക്ട് ചെയ്ത് വിളിച്ചപ്പോൾ ആദ്യം കോയമ്പത്തൂർ അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ അന്വേഷിച്ചു. അപ്പം നമ്മുടെ കേരളത്തിന് അടുത്താണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയതാണ്. പോയി വരാൻ സൗകര്യം, നമ്മുടെ മക്കളും ഇവിടെ അടുത്തുണ്ടാവണം, മാസത്തിൽ പോയി വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള ആളുകളാണ് ഞങ്ങളും. അങ്ങനെ നോക്കി. അപ്പോൾ നമ്മളത് മോളെ അറിയിച്ചിരുന്നില്ല. പോയി കണ്ടു, കോളേജൊക്കെ പോയി കണ്ടു. നമ്മളവിടെ ഒരു അഡ്മിഷൻ എടുക്കാം എന്നുള്ളൊരു തീരുമാനമായി. പിന്നെ റിസൾട്ടിന് വെയിറ്റ് ചെയ്തു. റിസൾട്ടിന് അവൾക്ക് 90% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ LBS കൊടുത്തിട്ടുണ്ടായിരുന്നു. LBS വെയിറ്റ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ NSRനെ കോൺടാക്ട് ചെയ്ത് കോയമ്പത്തൂർ അഡ്മിഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്തു. അപ്പം മോളെയും കൊണ്ടുപോയി അവിടെ കാണിച്ചപ്പോൾ അതിലും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക് ബാംഗ്ലൂർ ഉണ്ടെന്നുള്ള ഈ സാറിൻ്റെ അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സെലക്ട് ചെയ്തു. അങ്ങനെ ഈ ഭാരതി എന്നുള്ള കോളേജിൽ വന്ന് അഡ്മിഷൻ എടുത്തു. അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ലാംബ് ലൈറ്റ് എന്നുള്ള മോളുടെ പ്രോഗ്രാമിന് വന്നു. അതും നാളെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും മാഡം ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസിനെ ആക്കിയതുകൊണ്ട് മാഡം എന്തായാലും മോളിനെ ഇവിടെ ആക്കിയതുകൊണ്ട് മാഡം എന്തായാലും ഹാപ്പി തന്നെയല്ലേ? ഹാപ്പിയാണ്, വളരെ സമാധാനമാണ്, വളരെ ഹാപ്പിയാണ്. നമുക്ക് ഈ കോളേജിൽ ഇവരെ ആക്കിയതുകൊണ്ട് നമുക്ക് ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഇവിടെ തന്നെ ബാംഗ്ലൂർ തന്നെ താമസം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവരെ തന്നെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ ഇവർ ഓക്കെ ആക്കി തരും. മാഡം പറഞ്ഞല്ലോ, അപ്പോൾ പല പേരൻസും മാഡം ഫസ്റ്റ് ചിന്തിച്ച പോലെ തന്നെ വീടിൻ്റെ അടുത്ത് കിട്ടാൻ എല്ലാ പേരൻസും ആഗ്രഹിക്കുന്നത്. പല പേരൻസും ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര പേടിയാണ് സ്റ്റുഡൻസിനെ വിട്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പേടിയൊക്കെ മരത്തിൽ മാറി കിട്ടിയാലും ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ബാംഗ്ലൂർക്ക് വിടില്ല എന്ന് അത്രയും സ്ട്രിക്റ്റ് ഞാനും ഹസ്ബൻഡും തീരുമാനം എടുത്തിരുന്നതാണ്. ബാംഗ്ലൂർക്ക് വിടരുത്, അവിടെ പോയ കുട്ടികൾ നമ്മുടെ കൈവിട്ടു പോവും, അവർ വേറെ രീതിയിൽ പോകും. പിന്നെ നമുക്കും പേടിയുണ്ടല്ലോ, കഞ്ചാവ്, മയക്കമരുന്ന്, ആൺകുട്ടികളുടെ കൂടെ നടക്കുക. ആ ഒരു ചിന്ത എല്ലാ പേരൻസിൻ്റെയും പോലെ നമ്മുടെ മനസ്സിൽ വളരെ അധികം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അഡ്മിഷൻ എടുത്ത് നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുമ്പോഴും നമുക്ക് പേടിയുണ്ട്, എന്താവോന്ന് അറിഞ്ഞൂടാ എന്നുള്ളത്. എന്നാലും ഇപ്പം നമുക്ക് ഇവരുടെയൊക്കെ അഭിപ്രായം, മൊത്തത്തിലെല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ ഇവിടെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു. പക്ഷെ അതിൽ നമുക്ക് ഇപ്പോൾ ഒട്ടും നമ്മൾ അതിൽ ഇതാവണില്ല, നമുക്ക് സന്തോഷം തന്നെയാണ്. യാതൊരു തരത്തിലും ഇവർക്ക് പുറത്ത് പോകാനെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ കൂടെ അല്ലാതെ ഇവരങ്ങനെ പുറത്തേക്ക് അനുവദിക്കില്ല. സ്ട്രിക്റ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരുന്ന ആ ഒരു സമാധാനത്തോടു കൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. അങ്ങനെ നമുക്ക് വേറെ ഒറ്റ രീതിയിൽ ടെൻഷൻ വേണ്ട. എല്ലാ പേരൻസിനും സമാധാനത്തോടെയും സന്തോഷത്തോടെയും വീട്ടിലിരുന്നാലും കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറും എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഫോണിൻ്റെ ടൈമിങ്, പിന്നെ നമ്മൾ വിചാരിക്കും ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ ഫോൺ ഫുൾ ടൈം കുട്ടികളുടെ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഫോൺ ഇവിടെ തീരെ ലൗഡല്ല. വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് 4:30 തൊട്ട് 9:30 വരെയാണ് ഇവർക്ക് ഫോൺ കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മളെ പേരൻസിനെ അവർക്ക് വിളിക്കാം, അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാം. 9:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് 4:30 ആവണം വീണ്ടും ഫോൺ കിട്ടണമെങ്കിൽ. പിന്നെ മുടക്കുള്ള ദിവസം സൺഡേ ഫുൾ ടൈം കൊടുക്കും. അതിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല, ഫുൾ ടൈം ഫോൺ അവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ആ ഫോണിൻ്റെ ഒരു കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം പല പേരൻസിനും ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അത് കുട്ടികളെ സംബന്ധിച്ച് ഇത്തിരി കൂടി സമയം കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ പറയുന്നു അത് മതി, സാധാരണ ഉപയോഗിക്കുന്ന ടൈമിലും കൂടുതൽ അവർ കിട്ടിയിട്ടുണ്ട്, അത്രയും അവർക്ക് വേണ്ടോ. 9:30 ഫോൺ വാങ്ങന്നെ വേണം എന്നാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ സാനി ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ടോ മാഡത്തിനൊക്കെ? ബുദ്ധിമുട്ട് പറഞ്ഞത് ഇപ്പോൾ ഫോൺ ഞങ്ങളേന്ന് എന്തിനാ എത്ര പെട്ടെന്ന് വാങ്ങിക്കണേ, എത്രയും കൂടി നേരം തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു സാധാരണ അതിൻ്റെ ആവശ്യമുള്ളൂ, ഫുൾ ടൈം ഫോൺ ഉപയോഗിക്കാം, നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുടക്ക് കിട്ടുമ്പോൾ ഉപയോഗിക്കാം, അല്ലാത്തത് ഇതന്നെ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറ്. പിന്നെ കുട്ടികളായിട്ടൊക്കെ ഒന്ന് മിങ്കിളിങ് ആവാൻ 1-2 ആഴ്ച എടുത്തു. അതിനുശേഷം പിന്നെ ഓക്കെ ആയി. ആദ്യ സമയത്ത് അതുപോലെ വിഷമം തന്നെയായിരുന്നു. നമ്മൾ അവളെ ഇങ്ങോട്ട് വിടണമെന്ന് വിചാരിച്ചിട്ടില്ല, അവൾ ഇത്ര ദൂരം മാറി നിൽക്കണമെന്നും വിചാരിച്ചിട്ടില്ല. അപ്പോൾ രണ്ടുപേരുടെയും വിഷമങ്ങളും ഇതൊക്കെ മാറി വന്നപ്പോൾ ഓക്കെ ആയി. 1 മാസത്തിനുള്ളിലൊക്കെ ഓക്കെ ആയി. ഓക്കെ ആയില്ലേ? ഓക്കെയാണ്. ഓക്കെ, ശരി. ഇനി ഇവിടെ വേറെ പേരൻസ് ഉണ്ട്, നമുക്ക് അവരുടെ അടുത്തും കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ അക്കാദമിക്സ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഹായ് സാർ. സാർ ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നത് ഓൾറെഡി സാർ ഞങ്ങളുടെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് മോളുടെ ഇത്ര ദിവസം സാറിനെ വിളിച്ച് ഷെയർ ചെയ്യാറുണ്ടല്ലോ കോളേജിലെ അക്കാദമിക്സ് അതുപോലെ തന്നെ
കോളേജ് സ്ട്രിക്റ്റ് കാര്യങ്ങളെല്ലാം സാറിന് ഷെയർ ചെയ്യാറുണ്ടല്ലേ? അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ സാർ എവിടെ സ്ഥലം, സാറിൻ്റെ പേരെന്തായിരുന്നു? ഞാൻ വയനാട് ജില്ലക്കാരനാണ്, ബത്തേരി അടുത്ത്. എൻ്റെ മോള് പഠിക്കുന്നത് സെൻറ്റ് ക്ലാരറ്റിലാണ് പഠിക്കുന്നത്. നല്ല അഭിപ്രായമാണ്, നല്ല മാനേജ്മെൻറ്റാണ്. പിന്നെ സാധാരണ കർഷകൻ്റെ കുടുംബത്തിലുള്ള ഒരു പിള്ളേരെ പഠിപ്പിക്കാനുള്ള ഫീസ് മാത്രമേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കോളേജാണ്. പിന്നെ എല്ലാ കാര്യം കൊണ്ടും ഫുഡാണെങ്കിൽ പിന്നെ കേരള ലെവലിലുള്ള ഫുഡാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇവരുടെ മോള് പഠനത്തിനെ പറ്റിയിട്ടും സാറിനെ ഷെയർ ചെയ്യാറുണ്ടല്ലോ? ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നല്ല പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ നല്ല പഠിപ്പിക്കുന്നുണ്ട്, നല്ല ഇത് ക്ലാസ് കൊടുക്കുന്നുണ്ട്. എല്ലാം പോരാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ അവർ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് മോള് സംസാരിക്കാറില്ല? പിന്നെ സീനിയേഴ്സ് ഒക്കെ പോയത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ സാറിന് എന്തായാലും തോന്നിയിട്ടുണ്ടായിരുന്നു? പോസ്റ്റിങ്ങിന് ഇപ്പോൾ മാർച്ചിൽ പോകുന്നതാണ്. അപ്പോൾ അത് പിന്നെ അതിനെപ്പറ്റി ഇനി കൊച്ചു പോയതിന് ശേഷം എന്നെ പറയല്ലാണ്ട് എനിക്ക് അതിനകത്ത് കറക്റ്റായിട്ട് അറിയാം. എന്നാലും നല്ല അഭിപ്രായമാണ് പറയുന്നത്. പോസ്റ്റിംഗ് കഴിഞ്ഞു പോയ പിന്നെ അതുപോലെ തന്നെ മോളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ അഡ്മിഷൻ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പോൾ സാർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ റെസ്പോൺസ് ചെയ്യാറുണ്ടോ, എങ്ങനെയൊക്കെയാണെന്ന് ഉണ്ട്. മോള് മറ്റേ മൊബൈലിൽ യൂട്യൂബിൽ ഇത് കണ്ടിട്ടാണ് വായിച്ചത്. അപ്പോൾ കിരൺ സാർ എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അതിനനുസരിച്ച് ഇവിടെ വന്നപ്പോൾ നല്ല അഭിപ്രായവും നല്ല കാര്യങ്ങളും നല്ല ഇടപെടലും ഇതൊക്കെയാണ്. ഓക്കെ സാർ, താങ്ക് യു. കഴിഞ്ഞ 4th ഇയേഴ്സ് കഴിഞ്ഞിട്ട് പോകുന്ന സ്റ്റുഡൻസിന്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ചുറ്റുക. അപ്പോൾ കോളേജിലെ 4th ഇയർ സ്റ്റുഡൻസിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അവരുടെ ഫോട്ടോഷൂട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവൻ്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് കോളേജിലെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. ഹലോ, ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വ്ളോഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, യൂട്യൂബിൽ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണല്ലോ അല്ലേ? അപ്പോൾ കോളേജിനെ പറ്റിയിട്ട് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. കോളേജിനെ പറ്റി പറയാൻ വേണ്ടി ഞങ്ങൾ ആദ്യം ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് വന്ന കോളേജാണ്. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ഡെവലപ്പ് അല്ലായിരുന്നു ഞങ്ങളുടെ കോളേജ്. പക്ഷെ ഇപ്പം ഞങ്ങൾ പോകാറായപ്പം ഒരുപാട് പ്രോഗ്രാംസ്, ഭയങ്കര വൈബായിട്ട് വരും കോളേജ്. അപ്പോൾ പെട്ടെന്ന് പോകുന്നതിലേക്ക് നല്ല വിഷമമുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലിയാണ്. ഹോസ്റ്റലാണെങ്കിലും കോളേജാണെങ്കിലും ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാവരെയും വിട്ടു പോകുന്നതിന് നല്ല സങ്കടമുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. ഞങ്ങൾ എല്ലാ കാര്യത്തിലും മാക്സിമം അവർ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ പുഷ് ചെയ്ത് വിടാറുണ്ട്. അതായത് ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങൾക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞങ്ങൾ ഓരോ പ്രോഗ്രാമിന് കയറിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ടൊന്ന് പറയോ? 4th ഇയർ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് 6 മാസം പോസ്റ്റിങ്ങിന് പോയിട്ട് അവിടെ എല്ലാം പഠിക്കാൻ പറ്റും. കാര്യമായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും. നമ്മ കോളേജിൽ പഠിക്കുന്നത് സത്യം പറഞ്ഞൊന്നുമില്ല. ക്ലിനിക്കൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് അവിടുത്തെ A to Z നമ്മൾ പഠിച്ചെടുക്കും. അവിടെ എല്ലാം പഠിപ്പിക്കും, ചെയ്യിക്കും. നല്ല പോസ്റ്റിംഗ്. ആ ടൈമിലുള്ള എൻജോയ്മെന്റും അടിപൊളിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ്. കമ്പയർലി മറ്റു കോളേജിനെ അപേക്ഷിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങും നിങ്ങളുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് വല്ല ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? കൂടുതൽ ഞങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഞങ്ങളുടെ തന്നെയാണ് കിട്ടിയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ്, എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എവിടേക്കായിരുന്നു പോസ്റ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്? അപ്പോളാണ് ശേർഷാദിപുരം, ബന്നാർഘട്ട, ജയനഗർ. ഓക്കെ, നിങ്ങളുടെ പ്ലേസ്മെന്റ് ഒക്കെ നടന്നു? അവിടെ തന്നെ ഉണ്ട്. കിട്ടിയായിരുന്നു? ബന്നാർഘട്ട കിട്ടി. ആർക്ക് ഇതിലുള്ളവർക്കുണ്ടോ? ഞങ്ങൾ രണ്ടുപേർക്ക്. ഓക്കെ, നിങ്ങളുടെയൊക്കെ പ്ലാൻ എന്താണ്? ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തു പോകാനാണ് പ്ലാൻ. അപ്പൊ എക്സ്പീരിയൻസിന് ഇവിടെ എവിടെയെങ്കിലും കയറാനാണ്. അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് നോക്കണം. എന്തെങ്കിലും കോളേജിനെ പറ്റിയിട്ട്? കോളേജിൽ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഭയങ്കര എക്സ്പെക്ടേഷനോടെ വന്നതാണെങ്കിലും വന്ന സമയത്ത് ഒന്നുമില്ലായിരുന്നു കോളേജ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ HOD ശരത് സാർ ആയാലും ഞങ്ങളുടെ സിസ്റ്റർ മാം, പ്രിൻസിപ്പൽ മാം ആയാലും ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യത്തിലും മോട്ടിവേറ്റ് ചെയ്യും. അപ്പം പ്രിൻസിപ്പളിനെ പറ്റി പറഞ്ഞേ ഉള്ളൂ, സിസ്റ്റർ വന്നിട്ടുണ്ട്. ലൈക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിനും, ഗേൾസിനും ബോയ്സിനും ഈക്വൽ ആയിട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുകയും, ഈവൻ അത് സ്റ്റഡീസ് മാത്രമല്ല, ഇപ്പം ട്രിപ്പ് പോകുന്ന കാര്യമാണെങ്കിൽ പോലും എല്ലാത്തിനും ഫോഴ്സ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാരതി ആൻഡ് ക്ലാരറ്റ് ബോത്ത് ദ കോളേജസ് വരികയാണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് 100% അഷുറൻസ് ആണ്. അവർക്ക് ഉറപ്പായിട്ടും പ്ലേസ്മെന്റ്സും കിട്ടും, അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ആയിരിക്കും. സിസ്റ്ററെ ഇവരെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? When they came in the first year, they were so naughty. Now they grown up. Now they are going to become a graduate. They all are good. സിസ്റ്റർ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് പറയോ?
ഞങ്ങളുടെ കോളേജിൻ്റെ ക്ലിനിക്കൽസ് ആണ് ഏറ്റവും കാരണം കമ്പാരിറ്റീവ്ലി മറ്റുള്ള കോളേജിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ട്. അവർ പറയുന്നത് മേ ബി 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ആയിരിക്കും അവർക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കിട്ടുക. ഞങ്ങൾക്കാണെങ്കിൽ 6 മന്ത്സ്. ഈവൻ ഞങ്ങൾ ഫെഡപ്പ് ആണെങ്കിലും പക്ഷെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 4th ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ 3rd ഇയർ GNM പാസ് ഔട്ടായി ഇറങ്ങിയാലും ഞങ്ങൾക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്. ലൈക്ക് ഈവൻ ഒരു പേഷ്യൻറ്റിനെ ഞങ്ങളുടെ കൈ കിട്ടിയാൽ എല്ലാം ഹാൻഡ് ഓവർ അടക്കം എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ഞങ്ങൾ പഠിച്ചാണ് വരുന്നത്. സോ അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റ് എല്ലാം മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ നല്ലോണം ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാം ലൈക്ക് ഫ്രഷേഴ്സ് ഡേ ആണെങ്കിലും DJ ഒക്കെ വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പ്രോഗ്രാമിന് പോകാനുള്ള ഒരു ആവേശത്തിൽ നിൽക്കുകയാണ്. പ്രോഗ്രാമിന്റെ ഇൻ ബിറ്റ്വീൻ പ്രോഗ്രാമിന്റെ ഇടയ്ക്കാണ് വന്നത്. എന്നാലും ലൈക്ക് എന്തുകൊണ്ടും ഭാരതി ആൻഡ് ക്ലാരറ്റ് അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്ത പ്രോഗ്രാംസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ശരി, ഓക്കെ. നിങ്ങൾ ഇനി വരുന്ന ഫ്രഷേഴ്സ്, നിങ്ങളുടെ ഇനി അടുത്ത അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണം, 2025-26 അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. ആ വരുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? വരുന്നവരുടെ അടുത്ത് പറയാനുള്ളത്, വരുമ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. നിങ്ങളുടെ ഹോംലി എൻവയോൺമെന്റിൽ നിന്ന് മാറി പുതിയ ഒരു സ്റ്റേറ്റ്, പുതിയ കുറേ ആൾക്കാർ, ഇന്നേ വരെ കണ്ടില്ലാത്ത കുറേ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കരച്ചിലും പിടിച്ചിലും വിഷമമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഫുഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പക്ഷെ എന്തുവായാലും ലൈഫാണ്. ഭാരതിയിൽ അല്ലെങ്കിൽ ക്ലാരറ്റിൽ വന്നിട്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഫസ്റ്റ് നമ്മൾ ദുഃഖിച്ചാലും 4th ഇയർ കഴിഞ്ഞ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ് നമ്മൾ പാസ് ഔട്ട് ആകുമ്പം ഒരിക്കലും നമുക്ക് ആ വിഷമം ഒരു ഗിൽറ്റ് ഉണ്ടാവത്തില്ല, ഒരു റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവത്തില്ല. ലൈക്ക് വേറൊരു കോളേജിൽ പോകാമായിരുന്നു എന്നൊക്കെ ആദ്യം തോന്നുമെങ്കിലും 4th ഇയർ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിപ്പം നല്ല സങ്കടമുണ്ട്. ലൈക്ക് ഒരു ഫാമിലി പോലെയാണ്. ഇപ്പം പുതിയ ടീച്ചേഴ്സ് ആണെങ്കിലും വരുന്നതെല്ലാം ഒരു ഫാമിലി പോലെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞുകൂടി പോയിക്കൊണ്ടിരുന്നത്. അപ്പം വിട്ടുപോകുമ്പം നല്ല വിഷമമുണ്ട്. സോ എന്ത് വന്നാലും സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുക, നല്ലോണം പഠിക്കുക. പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ നല്ലോണം പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ച് നിൽക്കുകയെന്ന് എനിക്കറിയാം. അവിടെ DJ ഫ്യൂഷൻ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം കൂടി. ഇത് സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് നിങ്ങളുടെ ലാംഗ്വേജ്, ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലാംഗ്വേജ് നല്ല രീതിക്ക് ഇഷ്യൂ ഉണ്ടാവുമല്ലോ, അതിന് വല്ല ബുദ്ധിമുട്ട്? ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജ് എല്ലാം ഒന്ന് പറയോ? ഫസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ മലയാളമായിട്ടായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളെ എക്സ്പെഷ്യലി ഒരു 3 ലാംഗ്വേജിൽ നമ്മളിവിടെ വന്ന് പഠിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിനിക്കലിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കന്നഡ മസ്റ്റാണ്. അപ്പോൾ കന്നഡ നമ്മൾ പഠിക്കും. മൊത്തം ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നുള്ള രീതിയിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇനി വരുന്ന പിള്ളേർക്ക് ഞങ്ങൾക്ക് കോളേജിൽ ഒരു ഡെവലപ്പിംഗ് കോളേജായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. ഇപ്പം ഡെവലപ്പായി വരുവാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇനി വരുന്ന പിള്ളേർക്ക് അത്ര കഷ്ടപ്പാട് ഉണ്ടാവില്ല. അവർ നല്ല പൊളിക്കുമായിരിക്കും. അതിന്റെ ആഘോഷമൊക്കെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നതല്ലേ? ഓക്കെ. വേറെ ആർക്കെങ്കിലും കോളേജിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് നല്ല രീതിയിൽ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഓരോ പ്രോഗ്രാംസിന് എല്ലാവരും ഞങ്ങളെ കയറ്റി സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞ സാധനമേ ഇല്ലാണ്ടായി. എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഡാൻസും പാട്ടും റാമ്പും ഒക്കെ എല്ലാം ചെയ്യാൻ ഞാൻ പഠിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യാനൊരു മടി ഇല്ലാണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. കോർഡിനേഷൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോയിട്ട് എൻജോയ് ചെയ്യും. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടുത്ത താങ്ക് യു. ഓക്കെ, ഇനി ഇവിടെ എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള കുറച്ച് പേരൻസ് ഇവിടെ ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹായ്, എന്നെ പറ്റി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ മാഡത്തിന്? ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലാസ് ഇതെല്ലാം എങ്ങനെയുണ്ട് മോളിൻ്റെ? നന്നായിട്ട് പോകുന്നു. പിന്നെ ഞങ്ങൾക്ക് അതേ അഭിപ്രായമാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല ടീച്ചേഴ്സും എല്ലാവരും നല്ല കെയറിങ് ഒക്കെ ഉണ്ട് പിള്ളേർക്ക്. പ്രോഗ്രാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലാം ലൈറ്റിംഗ് സൂപ്പറായിരുന്നു. എല്ലാവരും GNM അല്ലേ? പിന്നെ നല്ലതായിരുന്നു. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ട്രെയിനിൻ്റെതായതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ നിൽക്കുകയാണല്ലേ? ഓക്കെ. പിന്നെ വേറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ? കുട്ടി ഇവിടെ സേഫ് അല്ല എന്നുള്ളൊരു അങ്ങനെ മാഡത്തിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു തന്നെ അല്ലേ വന്നിരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, സേഫാണ്. പഠനവും നല്ല രീതിക്ക് കിട്ടുന്നില്ലേ? ഓക്കെ. ഇതിലേക്ക് തുടങ്ങാൻ പോകുന്ന മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ സാറുമാരൊക്കെ ആയി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, ശരി, അപ്പോൾ കാണാം. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ലൈറ്റ് പോകുന്നതിന് മുന്നേ സൈൻ ഓഫ് പറയാൻ എന്നുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ പേരൻസിനെ കണ്ടു. എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതിൽ പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ
ഇവിടെ സ്റ്റാഫായിട്ടും പാരൻസൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാരൻസൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ പാരൻസും നല്ല ഹാപ്പി തന്നെയാണ്, എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് ഈ കോളേജിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന, ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അവന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം അത്രത്തോളം ഞങ്ങൾക്ക് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. കാരണം അത്യാവശ്യം എല്ലാ കാര്യവും ഞങ്ങൾ അവൻ്റെ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും ഇതേപോലെ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഭാഗത്ത് നല്ല രീതിക്ക് സ്റ്റുഡൻസിന് ഫേവർ ആയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും, വൺസ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് അവർ പഠിക്കുന്ന 4 വർഷം വരെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കോളേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രോഗ്രാംസിനെ പറ്റി നിങ്ങൾ ഓൾറെഡി എല്ലാം കണ്ടതാണല്ലോ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കോളേജിനെ പറ്റി മറ്റു കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ +2 കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ ഈ കോളേജിനെ പറ്റി A to Z പാരൻസ് പറയുന്നതോ അതുപോലെ തന്നെ ഇവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകുന്ന സ്റ്റുഡൻസ് എല്ലാം പറയുന്ന ഒരു വീഡിയോ എല്ലാം ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.